നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ട പോലെ ചതി, വഞ്ചന അത് നമ്മുടെ ഇടയിൽ വല്ലാണ്ട് വർദ്ധിച്ചു വരുന്നൊരു സമയമാണിപ്പോ. നമ്മൾ തന്നെ ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിനോട് ചോദിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ള ആളുകളെ എന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള ആളുകൾക്ക് വേദനിക്കുന്ന എന്തൊക്കെ വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള ആളുകളെ വഞ്ചിക്കുന്ന, ചതിക്കുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിനോട് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ ആ യാത്രക്ക് ഒരു ലക്ഷ്യമുണ്ടാകും. ഒരു ലക്ഷ്യസ്ഥാനത്തേക്കായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒന്നിരിക്കലും നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലം, ഇങ്ങനെ ഏതെങ്കിലും ഒരു യാത്രയുടെ ലക്ഷ്യം നമുക്കുണ്ടാകും. എന്നാൽ നമ്മുടെ ഈ ജീവിതമാകുന്ന യാത്രയുടെ ലക്ഷ്യം എവിടെയാണ്? ഏത് ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അല്ലാഹു തആല നമുക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ആ പരലോകത്ത് വെച്ചിട്ടുള്ള സ്വർഗം, ആ സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതേപോലെ അള്ളാഹുവിന്റെ ലിഖാഇനെ കാണുക, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തൗബ ചെയ്യുമ്പോൾ അതിന്റെ അവസാനത്തിൽ നമ്മൾ പറയാറില്ലേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണത്തിനെയും അള്ളാഹുവിന്റെ ലിഖാഇനെയും ഞങ്ങളുടെ 2 കണ്ണുകൊണ്ടും കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദക്കം ചെയ്യണം തമ്പുരാനെ എന്ന് നമ്മൾ ഇങ്ങനെ തൗബയിൽ പറയാറില്ലേ. ചില ആളുകൾ വിചാരിക്കുന്നത് തൗബ ചെയ്യണമെങ്കിൽ റമളാൻ ആവണമെന്നാ, അതേപോലെ സക്കാത്ത് കൊടുക്കണമെങ്കിലൊക്കെ റമളാൻ ആവണമെന്ന്. അതൊക്കെ അറിവില്ലായ്മയാണ്, തെറ്റിദ്ധാരണയാണ്. അതേപോലെ തൗബ ചെയ്യണമെങ്കിൽ ആ തൗബയുടെ ചെറിയൊരു ഏട് അതും കയ്യിൽ പിടിച്ചിട്ടായിരിക്കണം തൗബ ചെയ്യേണ്ടത് എന്ന്. അങ്ങനെയല്ല, തൗബക്ക് ചെറിയ ഷർത്തുകളുണ്ട്. ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുക, ഇനി ഒരു തെറ്റും ചെയ്യില്ല എന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പടച്ചോനെ ഒരുപാട് തെറ്റുകൾ വന്നു പോയല്ലോ അല്ലാ, ഇനി ഞാനൊരു തെറ്റും ചെയ്യില്ല പടച്ചോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഷർത്തുകൾ ഒപ്പിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് ഒന്ന് കൈയുയർത്തിയാൽ അതാണ് തൗബ. അപ്പൊ ഞാൻ ആ വിഷയത്തിലേക്ക് പോവുകയല്ല. അപ്പോ നമ്മുടെ ആ ജീവിത ലക്ഷ്യം അള്ളാഹുവിനെ കാണുക, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കുക, അതായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള യാത്ര നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു താല പറയുന്നു, ദുനിയാവിൽ ഇങ്ങനെ തോന്നിയ പോലെ നിങ്ങൾക്ക് നടക്കാൻ പറ്റൂല. ഇവിടെ ഒരുപാട് നിയമങ്ങള്, നിയമ സംഹിതകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ നമുക്ക് നീങ്ങാൻ കഴിയുള്ളൂ. അള്ളാഹു താല ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. ചെരുപ്പിടാത്ത ഒരാള് കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പാതയിലൂടെ ഒരുപാട് നടന്നു നീങ്ങുന്നത് പോലെ, അതുപോലെയാണ് ഒരു മുഅ്മിനിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞ പാതയിലൂടെ ആയിരിക്കും നമ്മുടെ ജീവിതം. പ്രത്യേകിച്ച് നമ്മൾ ആഖിർ സമാന്റെ ചണ്ടി ചവറുകളാണ്, ഈമാന് കുറഞ്ഞു പോയ ആളുകളാണ്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഒരുപാട് തിന്മകൾ കൊണ്ട് നിറഞ്ഞ ചുറ്റുപാടുകളാണ്. കണ്ണെടുത്താൽ നോക്കുന്നത് ഹറാമായിരിക്കും, ചെവി കൊണ്ട് കേൾക്കുന്നത് ഹറാമായിരിക്കും, ഭക്ഷണത്തിൽ പോലും വരുന്നത് ഹറാമായിരിക്കും, നമ്മൾ നടന്നു പോകുന്നത് ഹറാമിലേക്കായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ ഹറാമുകളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കഴിയുന്നതും കൂടുതൽ സുന്നത്തുകളൊക്കെ ചെയ്തുകൊണ്ട് കറാഹത്ത് പോലും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിതം ധന്യമാക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ പാതയിലൂടെ പോയി അവസാനം ആ സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ് യഥാർത്ഥ സത്യവിശ്വാസി, യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ. എന്നാൽ ഇതേ മുഅ്മിനീങ്ങളിൽ, ഇതേ സത്യവിശ്വാസികളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഡ്യൂപ്ലിക്കേറ്റുകളുണ്ട്. ഒറിജിനൽ സത്യവിശ്വാസികളല്ലാത്ത മുഅ്മിനീങ്ങൾ, അവരാണ് മുനാഫിഖീങ്ങൾ, കപട വിശ്വാസികൾ. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ. മുനാഫിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ തെമ്മാടികളാണ്, തെമ്മാടിക്കൂട്ടങ്ങളാണ് ഈ മുനാഫിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ. പറയുമ്പോൾ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞ് നടക്കും, പക്ഷെ അവർ കപടന്മാരാണ്. വീണ്ടും അല്ലാഹു തആല മുനാഫിഖീങ്ങളെ കുറിച്ച് പറഞ്ഞത് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർഖിൽ അസ്ഫലി മിനന്നാർ. മുനാഫിഖ് എന്ന് പറയുന്നത് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽപ്പെട്ട ആളുകളാണ്. മുനാഫിഖീങ്ങളെ ഞാൻ വിശദീകരിക്കുകയല്ല. മുനാഫിഖീങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ആദ്യം കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. കാണാത്ത ആളുകളൊന്ന് പോയി കാണുക. അതിൽപ്പെട്ട ഒരു സ്വഭാവം മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അതാണ് എന്റെ സുഹൃത്തിനിക്ക് അനുഭവപ്പെട്ട അനുഭവം. ആരാണ് മുനാഫിഖ്? നമുക്ക് എങ്ങനെയാണ് ഈ മുനാഫിഖീങ്ങളെ തിരിച്ചറിയാൻ പറ്റുക?
അതിന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 അടയാളം പറയുന്നുണ്ട്. സ്വഹീഹായ ഹദീസിലൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അർബഉൻ, 4 കാര്യം. മൻ കുന്ന ഫീഹി, ആരിലെങ്കിലും ഒരാളിൽ ഉണ്ടായാൽ കാന മുനാഫിക്കൻ ഖാലിസ, അവൻ കറകളഞ്ഞ ഒരു മുനാഫിക്കാണ്, അവൻ ഒറിജിനൽ 916 മുനാഫിക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോ ഒരു മുനാഫിക്ക് എന്ന് പറയുമ്പോൾ 4 സ്വഭാവത്തിനുടമയായ ആളുകളാണ്. ആ 4 സ്വഭാവത്തിൽ നിന്നും ഒരു സ്വഭാവം ഒരാളിൽ ഉണ്ടായാൽ മുനാഫിക്കിന്റെ അടയാളമുള്ളവനാണവൻ. കാമിലായ മുനാഫിക്ക് എന്ന് പറയാൻ പറ്റൂല, പക്ഷെ മുനാഫിക്കിന്റെ അടയാളമുള്ളവനാണവൻ, കപട വിശ്വാസത്തിന്റെ അടയാളമുള്ളവനാണവൻ. അതേതൊക്കെ സ്വഭാവമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്, പോയിട്ട് അതൊന്ന് കാണുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുനാഫിക്കിന്റെ അടയാളമായി പറഞ്ഞ 4 കാര്യങ്ങളിൽ നിന്ന് ഒന്ന്, ഇത് തുമിന ഖാന, വിശ്വസിച്ച ആളുകളെ വഞ്ചിക്കുക, ചതിക്കുക. ചതിപ്രയോഗത്തിലൂടെ, വിശ്വാസ വഞ്ചനയിലൂടെ നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പുറപ്പ് ഒരു ചെറിയ ഒരു ഉയർച്ചയിലേക്ക് എത്തുമ്പോ, അല്ലെങ്കിൽ ഒരു സ്ഥാനമാന കയറ്റം കിട്ടുമ്പോ അവനെ ഒന്ന് ഇരുത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചതിപ്രയോഗത്തിലൂടെ അവനെ വഞ്ചിക്കുന്ന, അവനെ ചതിക്കുന്ന കൂട്ടുകാരനാണ് നീയെങ്കിൽ എങ്ങനെയാണ് നീ ഒരു ഒറിജിനൽ വിശ്വാസിയാവുക? നിന്റെ സ്വഭാവത്തിൽ മുനാഫിക്കിന്റെ അടയാളമാണ് വന്നത്. അപ്പൊ മുനാഫിക്കിന്റെ സ്വഭാവം പേറി നടക്കുന്ന നമ്മളൊക്കെ എങ്ങനെയാണ് ഒരു സത്യവിശ്വാസിയാവുക? എങ്ങനെയാണ് ഒരു പരിപൂർണമായ മുഅ്മിനാവുക? പരിപൂർണ മുഅ്മിനായില്ല എങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിത യാത്രയുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക? അതുകൊണ്ട് ആദ്യമായി ഞാൻ എന്നോട് ഉപദേശിക്കുകയാണ്, കൂട്ടത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. മുനാഫിക്കിന്റെ ലക്ഷണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമ്മളിൽ ഉണ്ടായാൽ നമ്മൾ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല, അല്ലാഹു തആല തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടാണ് മുനാഫിക്കീങ്ങളുടെ സ്ഥാനം. അപ്പൊ അവിടെ നിന്ന് ഒരിക്കലും രക്ഷയുണ്ടാവൂല. മുഅ്മിനീങ്ങളായ ആളുകൾ തന്നെ സ്വർഗത്തിലേക്ക് കടക്കേണ്ട നന്മ അവർക്ക് ഇല്ലാതെ കുറച്ച് കുറഞ്ഞു പോയാൽ, കുറച്ച് തിന്മയാണ് കൂടിയിട്ട് അവർ നരകത്തിലേക്ക് പോകുന്നത് എങ്കിൽ പോലും അവരുടെ ശിക്ഷ കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിലേക്ക് പോകും. എന്നാൽ ഈ മുനാഫിഖ് എന്ന് പറയുന്നത് ഖാലിദീന ഫീഹാ അബദ, അവർ എപ്പോഴും നരകത്തിൽ തന്നെ ആയിരിക്കും, അവരൊരിക്കലും സ്വർഗത്തിലേക്ക് പോകൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്റെ സുഹൃത്തിന്റെ വിഷയം, കൂടെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയുന്ന, പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരാള് എന്ത് കാരണത്തിന്റെ പേരിലാണെന്നറിയില്ല മുതലാളിയെ വശീകരിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഇല്ലാത്ത കള്ളക്കഥകളും കെട്ടിച്ചമച്ചുകൊണ്ട് കള്ളക്കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എവിടത്തേക്കാണ് നമ്മുടെ പോക്ക്? ഇപ്പോഴോ പിന്നെയോ, ഇന്നോ നാളെയോ, ഏത് സമയത്തും നമ്മൾ മരിച്ചു പോകും എന്ന് ഉറപ്പുള്ളവരാണ് നമ്മൾ. ആ ഉറപ്പും വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയോ നമ്മൾ എവിടെയാണ് മരിക്കുക എന്ന്? നമുക്കറിയോ നാളെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്? നമ്മൾ മുകളിലോട്ട് എടുത്ത ഒരു ശ്വാസം മിനിറ്റുകളോളം താഴോട്ട് വിടാൻ പറ്റിയില്ല എങ്കിൽ നമ്മുടെ പേര് മാറി, പിന്നെ നമ്മുടെ പേര് മയ്യത്തുന്ന. മിനിറ്റുകൾ കൊണ്ട് ആളുകൾ കൂടുകയാണ്, എല്ലാവർക്കും ധൃതിയാണ്, പെട്ടെന്ന് എടുത്തുകൊണ്ടുപോയി മറമാടണം. ആരെങ്കിലും നമ്മളെ വീട്ടിൽ വെക്കുവോ? നമ്മൾ എത്ര പ്രിയപ്പെട്ടതാണ് എന്ന് പറയുന്ന നമ്മുടെ ഭാര്യ പറയോ ഒരു ദിവസം ഇവിടെ കിടത്ത്, ഞാനൊന്ന് കണ്ടോട്ടെ എന്ന്? നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യയാണ് മരിച്ചുപോയെന്നെങ്കിൽ നമ്മൾ പറയോ ഒരു ദിവസം ഇവിടെ കിടത്ത്, ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്ന്? ഇല്ല, എല്ലാവരും പറയുന്നത് പെട്ടെന്ന് കൊണ്ടുപോ എന്നാണ്. അപ്പോ ഏത് സമയത്തും മരിച്ചു പോകേണ്ട നമ്മള് ഈ മുനാഫിക്കിന്റെ പണിയെടുക്കുന്ന സമയത്താണ് മരിച്ചു പോയതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഖബറിലേക്ക് പോവുക? ഖബറിനെ കുറിച്ച് നമ്മൾ ഓർത്തിട്ടുണ്ടോ? മഹ്ശറെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ഇതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. നമ്മുടെ സുഹൃത്തിന്റെ ഉയർച്ചയിൽ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടുമ്പോ, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടുമ്പോ അവര് സന്തോഷിക്കുമ്പോ അവരെ കൂടെ തന്നെ നമ്മളും സന്തോഷിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരോട് നമുക്ക് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ, അവരെ അവിടെ നിന്നൊന്ന് ഇറക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോ, നമ്മുടെ പരിപൂർണമായ മുഅ്മിനല്ല, നമ്മുടെ മനസ്സ് ശുദ്ധിയല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഇന്ന ഫിൽ ജസദി ലമുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു
അലാ വഹിയൽ ഖൽബ്. അതും വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് ചാനൽ പോയി കാണുക. എന്താ പറഞ്ഞത്? മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ചീത്തയായാൽ ശരീരം മുഴുവനും ചീത്തയായി. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. അപ്പൊ ഹൃദയം നന്നാവണം, എന്നാൽ മാത്രമേ നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് വരികയുള്ളൂ. ഹൃദയം ചീത്തയായ ഒരാളാണെങ്കിൽ അവരിൽ നിന്നും വരുന്ന പ്രവർത്തനങ്ങളൊക്കെ മോശമായിരിക്കും, അവന്റെ വാക്കുകളൊക്കെ മോശമായിരിക്കും, അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും മോശപ്പെട്ടതായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു തആല നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുകയില്ല എന്ന് പറഞ്ഞത്. ലാ യൻദുറുല്ലാഹു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും ബൽ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും. അല്ലാഹു തആല നമ്മുടെ ശരീരത്തിലേക്കോ നമ്മുടെ രൂപത്തിലേക്കോ ഒന്നും അല്ല നോക്കുന്നത്. അല്ലാഹു തആല നോക്കുന്നത് ഹൃദയത്തിലേക്ക് മാത്രമാണ്. കാരണം ആ ഹൃദയം നന്നായിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും നന്നാണ്, അവന്റെ വാക്കുകൾ നന്നാണ്, അവന്റെ നോട്ടങ്ങളും അവന്റെ എല്ലാം നന്നാണ്. അവന്റെ ഹൃദയം മോശമായിട്ടുണ്ടെങ്കിൽ അവന്റെ എല്ലാ കാര്യങ്ങളും മോശവുമാണ്. ഇങ്ങനെയൊക്കെ ഉസ്താദുമാർ വാഴ്ന്നു പറഞ്ഞു തരുമ്പോ, ക്ലാസ് എടുത്തു തരുമ്പോ, ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ ചില ആളുകളെങ്കിലും വിചാരിക്കുന്നത് ദുനിയാവ് ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നത് പോലെ നാളെ ആഖിറത്തിലേക്ക് എത്തിയാലും അവിടെ നമുക്ക് തട്ടിമുട്ടി രക്ഷപ്പെടാന്ന. ഇവിടെ അല്ലാഹു തആല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ, അല്ലാഹു തആല ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല, ഇങ്ങനെ തട്ടിമുട്ടി പോവുകയാണ്. അതേപോലെ നാളെ മഹ്ശറയിൽ അവിടെ ചോദ്യമുണ്ട്, അവിടെ മീസാൻ ഉണ്ട്, ഹിസാബ് ഉണ്ട്, നരകമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി അങ്ങനെ സ്വർഗത്തിലേക്ക് എത്താം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ദുനിയാവിൽ കഴിഞ്ഞുപോയ ഓരോ സെക്കൻഡിനെ കുറിച്ചും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ അല്ലാഹു തആല വിചാരണ ചെയ്യും. അങ്ങനെ ഓരോ സെക്കൻഡിന്റെയും വിചാരണ പൂർത്തിയാകുന്നത് വരെ നമ്മൾ നിന്നിട്ടുള്ള സ്ഥലത്ത് നിന്നും ഒരടി കാല് അനക്കാൻ പറ്റൂല. അവിടെ നമുക്ക് കളവ് പറയാൻ പറ്റൂല. കാരണം നമ്മുടെ നാവിന് അവിടെ സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. നമ്മുടെ നാവല്ല അവിടെ സംസാരിക്കുന്നത്, നമ്മുടെ അവയവങ്ങളാണ്, നമ്മുടെ കൈയാണ്, കാലാണ് സംസാരിക്കുന്നത്. എന്താണ് സംശയമുണ്ടോ? നമ്മുടെ നാവിന് സംസാരിക്കാനുള്ള കഴിവ് അല്ലാഹു തആല തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈക്ക് സംസാരിക്കാനുള്ള കഴിവ് അല്ലാഹുക്ക് കൊടുക്കാൻ പറ്റൂലേ? കാലിന് സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കാൻ പറ്റൂലേ? എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹു തആല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ സാധാരണ ഓതുന്ന സൂറത്ത് യാസീനിലൂടെ അല്ലാഹു തആല പറയുകയാണ്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവിടെ നിങ്ങളെ നാവിന് സീല് വെക്കപ്പെടും, നാവ് അടച്ചുപൂട്ടപ്പെടും. അവിടെ നിങ്ങളെ കൈകൾ സംസാരിക്കും, അതുപോലെ കാലുകൾ സാക്ഷി നിൽക്കും. നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും കൈകൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, കാല് സാക്ഷി നിൽക്കുകയാണ്. അതേ പടച്ചോനെ, ഞാൻ സാക്ഷിയാണ്, എന്നെ കൊണ്ടാണ് അവൻ ഹറാമിലേക്ക് നടന്നുപോയത്, എന്നെ കൊണ്ടാണ് അവൻ ഹറാമ് ചെയ്തത് എന്ന് കൈ പറയുമ്പോ അങ്ങനെ അവയവങ്ങൾ സംസാരിക്കുന്ന ഒരു സമയം നമുക്ക് വരും. അന്ന് നമ്മൾ ചെയ്ത മുഴുവൻ കാര്യങ്ങളും അവിടെ വിചാരണ ചെയ്യപ്പെടും. ഇവിടെ നമ്മൾ മുനാഫിക്കിന്റെ പണിയെടുത്ത ആളാണെങ്കിൽ അവിടെ രക്ഷപ്പെടാൻ പറ്റുമോ? നമ്മൾ ആ സമയത്തിനെ കുറിച്ച് നമ്മൾ എന്താണ് അല്ലാഹുവിനിക്ക് വിചാരണ കൊടുക്കുന്നത്? അല്ലാഹു തആല വിചാരണ ഇല്ലാതെ ഒരു കൂട്ടരെ സ്വർഗത്തിൽ കടത്തുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് നമ്മൾ മുനാഫിക്കിന്റെ പണിയെടുക്കാൻ പാടില്ല, മറ്റുള്ളവരെ വഞ്ചിക്കാൻ പാടില്ല, മറ്റുള്ളവരെ ഗീബത്തോ നമീമത്തോ പറയാൻ പാടില്ല. ഒരു യഥാർത്ഥ മുഅ്മിനാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിന്റെ നാവ് കൊണ്ടും നിന്റെ കൈ കൊണ്ടും, അതായത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മുടെ നാവ് കൊണ്ടും മറ്റുള്ള ആളുകൾ രക്ഷപ്പെട്ടാൽ നീ ഒരു മുഅ്മിനാണ്. അതായത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ അവൻ യഥാർത്ഥ സത്യവിശ്വാസിയല്ല, യഥാർത്ഥ മുഅ്മിനല്ല. യഥാർത്ഥ മുഅ്മിനല്ല എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിത യാത്രയുടെ ലക്ഷ്യമാകുന്ന സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയില്ല. തെറ്റുകൾ വരും, മനുഷ്യരാണ്, നമ്മൾ ആരും മഅ്സൂമിങ്ങളല്ല, നമ്മൾ അംബിയാ മുർസലൊന്നും അല്ല. അവ തെറ്റുകൾ വന്നു പോകും. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക, ജനങ്ങളോടുള്ള തെറ്റ് ചെയ്യാതിരിക്കുക. അപ്പൊ അള്ളാഹുവിനോടുള്ള തെറ്റ് ചെയ്യാമെന്നാണോ? അല്ല, അത് വന്നു പോകും. എന്നാൽ തന്നെ അള്ളാഹു തആല നമുക്ക് പുറത്തു തരും. ജനങ്ങളോടുള്ള തെറ്റ് അള്ളാഹു തആല പുറത്തു തരൂല.
അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് നീണ്ടുപോകുന്ന വിഷയമാണ്. അപ്പൊ കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു വിഷയം കേട്ടപ്പോ, എന്റെ സുഹൃത്തിന്റെ അനുഭവം എനിക്ക് കേട്ടപ്പോ ഇതിനെക്കുറിച്ച് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ ഒരു വിഷയം മാത്രം എടുത്തുകൊണ്ട് ഇന്ന് പറയാൻ കാരണം. നമ്മെ എല്ലാവരെയും അല്ലാഹു തആല നന്നാക്കി തെരുമാറാവട്ടെ, ഹൃദയം നന്നാക്കി തെരുമാറാവട്ടെ, സ്വഭാവം നന്നാക്കി തെരുമാറാവട്ടെ. അതിലൂടെ ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവർ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.